ഓ നമുക്ക് കാണത്തില്ല. ഇത് ഒ എച്ച് പി ഷീറ്റല്ലേ അല്ലല്ലേ? ആ ഒന്ന് ഇത് ഞാൻ മറ്റേ അതിൻ്റെ അടിയിട്ട് കണ്ട അത് കണ്ട നിറച്ചും ഉള്ളതാ. ആ ഓക്കെ ഓക്കെ ഉണ്ട് നിറച്ചും. പിന്നെ അത് ഇത് തേൻ മാത്രമാണ്, അത് പൂമ്പൊടിയും മുട്ടയും. അപ്പുറത്താണ് അല്ലേ പൂമ്പൊടിയും മുട്ടയല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെയാണ് അല്ല പൂമ്പൊടിയും മുട്ടയും. അവർക്ക് ജീവിക്കാനുണ്ട്. ഇത് ചെമ്പനാണോ? ചെമ്പകുഞ്ഞാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ മാത്യു ജോസഫ് സാറാണ്, റിട്ടയർഡ് SI ആണ്. അദ്ദേഹം ചെറുതേനീച്ച വളർത്തിട്ട് നല്ല കമ്പമുണ്ട്. 150 പെട്ടികളോളം ഉണ്ട്. വീടിന് ചുറ്റുപാടും തേനീച്ചകളാണ്. ഒരു ഒറ്റ ലെയറിൽ തന്നെ ഒരു 6 തേനീച്ചക്കൂട് വെച്ചിട്ടുണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിലും തേനീച്ചകൾ വെച്ചിട്ടുണ്ട്. ചെറുതേനീച്ചയുടെ എങ്ങനെയാണ് ശരിക്കും ഡിവൈഡ് ചെയ്യേണ്ടത്, ഇരിക്കേണ്ടത്, ഇതൊക്കെ എല്ലാം അദ്ദേഹം പറഞ്ഞു തരും. ഒന്ന് പറഞ്ഞു. ഇതിന് പിടിക്കുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ തടി തേക്കി വന്നതാണ്. ഈ ചെറിയ പോകുന്നുണ്ടോ? ഈ എൻട്രൻസിൽ നമ്മൾ വാട്ടർ ലോസ് കൊടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും മൊത്തം നമ്മൾ സിമെൻറ്റ് കുഴച്ച് അങ്ങ് അടയ്ക്കും. അടച്ച് കഴിഞ്ഞിട്ട് പെട്ടിക്കകത്തോട്ട് കൊടുക്കുമ്പോൾ അവർ ഇതിനകത്ത് വേറെ വഴിയൊന്നുമില്ല, നമുക്ക് പോകാനും വരാനും. പെട്ടിക്കകത്തോട്ട് തന്നെ കയറി ഇറങ്ങി ഓട്ടോമാറ്റിക്കായിട്ട് അത് സെറ്റ് ആയിക്കോളും. ശരി 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 ശരി. അത് ഇതും അങ്ങനെ. ഓ ശരി ശരി ശരി. ഇതേമാതിരി ഇവിടെ ഇച്ചിരി ഇവിടെ ഉണ്ട്. ചൂട് കൂടാൻ തുടങ്ങിയപ്പോൾ ഇതുണ്ട്, അതതിൻ്റെ ഡ്രസ്സ് അവിടെയാണ് കൊടുക്കേണ്ടത്. ചൂട് കൂടാൻ തുടങ്ങിയപ്പോഴേ ഇച്ചിരി ഉരുകുന്ന പോലെ തോന്നുന്നത്. ഞാൻ പിന്നെ ഒരു പാലയുടെ കഷ്ണം വെച്ച് കൊടുത്തു. അത് കാണുന്നോട് വെച്ച് ഇങ്ങനെ ആയിരിക്കുന്നു അല്ലേ? ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ എന്നാ വെച്ചാൽ ഇവർക്ക് ഈ ഉള്ളളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്, 2 ഡിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫ്രീ ആയിട്ട് കിടക്കുമല്ലേ, ഇത് അവർക്ക് ഈ ഉള്ളളവിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. ഈ ഒരു ചെറിയ കളി മാത്രമേ ഇവർ സെറ്റാകുന്നുള്ളൂ. സെറ്റായി കഴിഞ്ഞിട്ട് ഇതിനകത്ത് റാണി മുട്ടയിടാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ഊരി മാറ്റിയിട്ട് ഈ ഓസ് ഊരി മാറ്റും. ഓസ് ഊരി മാറ്റിയിട്ട് ഇവിടെ കൊടുത്തേക്കുന്ന എൻട്രൻസ് എടുത്ത് ഈ സൈഡ് വെക്കും. ഓ ശരി ശരി. ഈ സൈഡ് വെച്ച് കഴിയുമ്പോൾ ഇവന്മാർ ഇതിനകത്ത് ബ്രൂഡും ഇതിനകത്ത് ഹണി ആയിട്ട് സെറ്റാകും. സെപ്പറേറ്റ് ആയിരിക്കും. സെറ്റാകും. ഈ ബ്രൂഡിൽ തേനുണ്ടെങ്കിൽ തന്നെ അത് ഒട്ടും കാലും ഉമ്മാർക്ക് ഇവിടെ സ്പേസ് ഇല്ലാതെ മുട്ടയിട്ടാൻ സ്പേസ് ഇല്ലാതെ വരുമ്പോഴത്തേക്കും മുട്ടയും പൂമ്പടിയും കൊണ്ട് ഇരുന്ന് അറിയാറാകുമ്പോഴത്തേക്കും ഉമ്മാർ ഈ ഇതിനകത്തുള്ള തേൻ മൊത്തം എടുത്ത് ഇതിനകത്ത് സെറ്റ് ചെയ്യും. നമുക്ക് തേനെടുക്കാൻ എളുപ്പമുണ്ട്. തേനെടുക്കുമ്പോൾ റാണി പിന്നെ ഒന്നും ഈ പൂമ്പൊടിക്ക് ഡാമേജ് വരില്ല, റാണിക്ക് കുഴപ്പമില്ല. പിന്നെ ഈച്ചകളാണെങ്കിലും നമുക്ക് ഇത് തുറന്നിട്ട് ബ്രഷ് കൊണ്ട് പതുക്കെ തട്ടി ഒരു പേപ്പറോട്ടിട്ട് തേനെടുത്ത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് വെച്ചിട്ട് വെച്ചാൽ മതി. അതല്ല നമ്മുടെ ഈ വീക്കായ കോളനിയൊക്കെ നമ്മൾ എങ്ങനെ ഇതാക്കുന്നത്? വീക്കായ കോളനി ഉണ്ടാക്കണേ മറ്റേ 14 അതുണ്ട്. ആ പെട്ടിക്കകത്താണെങ്കിൽ സുഖമായിട്ട് നമുക്ക് കറിക്കോളൂ. എൻ്റെ വീക്കായി ഉണ്ടാക്കാം ആയിക്കോളൂ. അതിന് നമ്മൾ പ്രകൃതിയിലുള്ള ഒരു കോളനിയിൽ നിന്ന് ഈച്ച കൊണ്ടുവന്നാൽ മതിയോ? ഈച്ച പിടിക്കുന്ന വേറെ രീതിയും കൂടെ ഉണ്ട്. ഇങ്ങനെയാണല്ലോ 14 ഇരിക്കുന്നത്. അതെ 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 അതെ. അപ്പോൾ അതിൽ നമ്മൾ ഒരു പോർഷനിങ് എടുക്കുക. അപ്പോൾ അതിനകത്ത് ഇച്ചിരി തേനൊക്കെ കാണുമല്ലോ. ആ പോർഷൻ്റെ മുകളിലോട്ട് നൈസായിട്ടുള്ള നമ്മുടെ ഇതില്ലേ വീക്കായി കോളനി എങ്ങനെ ശക്തിപ്പെടുത്താമെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇതിനകത്തേ ഇച്ചിരി തേനൊക്കെ വേണം. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് നിന്ന് ഈ എൻട്രൻസ് നമ്മൾ അടയ്ക്കണം. അടച്ചിട്ട് ഇവിടെ ഓസിട്ടിട്ട് പ്രകൃതിദത്തമായ കോളനിയിലോട്ട് കൊണ്ട് വെക്കുക. എന്നിട്ട് ഇടിക്കുക. ഇതിനകത്ത് നന്നായിട്ട് ഈച്ച കയറും. കയറി കഴിയുമ്പോൾ നമ്മൾ ആ ഓസ് ഊരി ഇവിടെ അടച്ചിട്ട് അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുക. അപ്പോൾ ഇവരുമായിട്ട് വഴക്കുണ്ടാക്കിയല്ലേ? എൻ്റെ നമ്മളിവിടെ തുണി വെച്ചേക്കണ്ടേ, ഈ നൈസ്
നേരിയതുപോലുള്ള തുണി എന്തെങ്കിലും വെക്കുക. ആ ആ വെച്ച് കെട്ടിയിട്ട് ആ അവനെ നമ്മുടെ പഴയ പെട്ടിയുടെ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ കമത്തി വെക്കുക. ഓ ശരി 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 ഇവർ തമ്മിലൊരു കണക്ഷനും ഇല്ല. ഇല്ല ഇല്ല ഇവർക്ക് ഉള്ള തീറ്റയും എയറും അതിനകത്തുണ്ട്. ഉണ്ട് ഒരാഴ്ചത്തേക്കുള്ളതുണ്ട്. ആ അപ്പോൾ നമ്മൾ 3-4 ദിവസം ഇവിടെ അങ്ങനെ കമത്തി അങ്ങ് വെച്ചത്. ആ അത് കഴിഞ്ഞ് തീറ്റി അങ്ങനെ വരും നമ്മൾ അഴിച്ച് കയറ്റില്ലേ വരുന്നത് വേറെ വേറെ തെമ്മക്കൂ ഇതിനകത്തോട്ട് അല്ല ഞാൻ പറഞ്ഞു നമ്മളേ നിലവിലുള്ള പെട്ടിയാകുമ്പോൾ അതിൻ്റെ ഈ ഇവിടെ കാണും ഒരു കുഴപ്പത്തിനകത്ത് കുറച്ച് ഉണ്ടല്ലോ ഉണ്ടല്ലോ ഉണ്ട് ഉണ്ട് ഈച്ച അതെ ഇത് ഈച്ചയും കാണും ഈച്ചയും കാണും. ഈച്ചനെ നമ്മൾ മറ്റേതിനകത്തോട്ട് ഇറക്കി വിട്ടേക്കാം. ഇറക്കി വിടണം. ഓ ഇറക്കി വിട്ടിട്ട് ആ പിന്നെ ഇതുപോലെ ഈ നേരിതുപോലുള്ളൊരു അടയ്ക്കുക ആ മതി മതി ആ ഇങ്ങനെ അടയ്ക്കുക. ആ അടച്ചിട്ട് റൗണ്ട് വെച്ച് കെട്ടുക. ആ കെട്ടിയിട്ട് നമ്മളിവനെ എടുത്ത് ഇതിനകത്ത് പ്രകൃതി നിന്ന് ഈച്ചയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് നേരെ കമത്തി നോക്കുക. ആ കമത്തി അങ്ങ് വെച്ചൊരു 3-4 ദിവസം കഴിയുമ്പോൾ ആ പതുക്കെ ഈ തുണി നമ്മളിങ്ങനെ വലിച്ചിങ്ങനെ എടുത്താൽ മതി. ആ ആ അപ്പം പിന്നെ ഇവർ രണ്ടുപേരും കൂടെ ഒന്നായിട്ട് യോജിച്ചോളൂ നമ്മളെ മറ്റേ വലിയ 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 യോജിപ്പിക്കുന്ന പോലെ. പോലെ തന്നെ. ഓ ശരി ശരി യോജിച്ചോളൂ. ചിലരൊക്കെ ഇങ്ങനെ വെള്ളം നമ്മൾ തേൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ബോൾ പോലെ ആക്കിയിട്ട് ഈ സിസ്റ്റം ആകുമ്പോഴത്തേക്കും ഒരു പ്രശ്നമില്ല. കൂളായിട്ട് ഒന്നിച്ചിരുന്നു. ജോയിൻ്റ് ഈ റാണിയുടെ ഫെറമോണിൻ്റെ ഗന്ധം ഇതിനകത്ത് ഈ 4 ദിവസത്തിന് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് ആകും തുടങ്ങും. ഓക്കെ ഓക്കെ പിന്നെ ശരിക്കും ഈച്ചയ്ക്ക് റാണിയുടെ ഫെറമോണിൻ്റെ ഗന്ധം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ തമ്മിൽ വ്യത്യാസമില്ല. ഒരു സെറ്റ് ഓക്കെ ഓക്കെ ഓക്കെ. ഇതെല്ലാം ചിരട്ടക്കണികളാണ്. ഉണ്ടോ ഒട്ടിക്കുന്നത് എങ്ങനെയാ? ഒട്ടിക്കുന്ന ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുമോ? ഫെവിക്കോളല്ല മറ്റേ ഇത് ഈ കറുത്ത ഇത് ഇവിടെ 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 ഒന്നും ഒട്ടിച്ചിട്ടില്ലേ? ഇവിടെ ഒന്നും ഒട്ടിച്ചിട്ടില്ല. അവിടെ ചെറുതായിട്ട് വെച്ചാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. എടുക്കുന്ന രീതിയെ പറ്റി പറയാമോ ഒന്ന്? തേനെടുക്കുന്നത് സ്റ്റീൽ പാത്രത്തിൻ്റെ മണ്ടയ്ക്കോട്ട് തുണി വട്ടം കെട്ടി വെക്കും. എന്നിട്ട് ആ തുണിക്കകത്തോട്ട് തേൻ അടത്തിയിടും. അടത്തിയിടുമ്പോൾ ഇത് ഊർന്ന് അതിനകത്തോട്ട് വീഴും. പിന്നെ അതിനകത്ത് വേറെ ഇതിനകത്ത് തേനെടുക്കുമ്പോഴത്തേക്കും മെഴുകൊന്നും മെഴുക് ഈച്ച ഒന്നും വരുന്നില്ല. ഇല്ല തണലത്ത് വെച്ചാൽ വെക്കുന്നത് അല്ലേ? തണലത്ത് വെച്ചെടുക്കും. എന്നിട്ട് അത് പരിക്കാത്ത കൊണ്ട് വെക്കും. അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഇതായി. പിന്നെ അതിനകത്ത് അല്പം സ്വല്പമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിറ്റേന്ന് ഇത് പിഴിഞ്ഞിട്ട് നമ്മൾ കലക്കി നമ്മൾ കുടിക്കും. കുഴപ്പമില്ല ഓക്കെ ഓക്കെ ഓക്കെ. ഉണ്ടോ ഈ സൗണ്ട് ഉണ്ടെങ്കിൽ നല്ല ശക്തി. റാണിയുണ്ട്. ഈ സൗണ്ട് ഉണ്ടെങ്കിൽ റാണി ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഉണ്ടോ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ട് കേട്ടോ. റാണിയില്ല. ഓ ശരി ശരി ശരി. ചെയ്യാനുള്ള മാർഗ്ഗമാണ്. പ്രത്യേക ശബ്ദം ഒരു നല്ല ഈ ഇപ്പോൾ കേട്ട പോലെ നല്ലൊരു ഒരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ ആ കൂട്ടിൽ റാണി ഉണ്ടെന്ന് എൻ്റെ അർത്ഥം. ഓക്കെ. കൂടുകൾ ഇതുപോലെ താത്തിരണം. വെയിലും മഴയും ഈർപ്പമൊന്നും അടിക്കാതെ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ പെട്ടിയുടെ മുകളിൽ ഒരു തെർമോക്കോളിൻ്റെ പീസും തെർമോക്കോളിൻ്റെ പീസോ വല്ലതും വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലത് ഇങ്ങനെ തെർമോക്കോളിൻ്റെ പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പലകയും പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് മുകളിൽ ഒരു പല വെച്ചടച്ചു ഒരു കുഴപ്പം. ഇപ്പോൾ തേനെടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിലോട്ടൊരു കാലിപ്പെട്ടി വെക്കുമോ? കാര്യം വെക്കുമായിരിക്കും അല്ലേ? ഇത് മൊത്തം ഇത് തേനെടുക്കും. സ്റ്റാൻഡായിരിക്കുന്ന പെട്ടി തേനെടുക്കുമ്പോഴത്തേക്കും ഈ 4 പെട്ടി നമ്മൾ ആ ഓർഡറിലെടുത്ത് നിലത്തോട്ട് വെക്കും. ഓ ശരി ശരി. നിലത്തോട്ട് വെച്ചിട്ട് ഇവിടെ ഒരു ഡെമ്മി ബോക്സ് ഈച്ചയ്ക്ക് കയറാൻ പറ്റാത്ത ഒരു ഡെമ്മി ബോക്സ് ഈ സ്റ്റാൻഡേ വെച്ചത്. അപ്പോൾ ഈ വെളിയിൽ പോയിട്ട് വന്നിരിക്കുന്ന ഈച്ചകൾ മുഴുവൻ ഈ പെട്ടിയുടെ ഈ ഡെമ്മി ബോക്സിന് ചുറ്റും പറഞ്ഞു നടത്തുന്നു. കയറിയല്ല അടിപൊളി ഉണ്ടാക്കിയല്ല. ഇത് നമ്മൾ നിലത്ത് വെച്ചിരിക്കുന്ന പെട്ടികളിലാണ് തേനെടുത്ത് തിരിച്ച് അതുപോലെ വെച്ചു. അതേ ക്രമത്തിൽ വെക്കണ്ടേ? ആ ക്രമത്തിൽ തന്നെ അല്ല നിലത്ത് തന്നെയാണ് വെക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ആ ക്രമത്തിൽ തന്നെ നിലത്ത് വെക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഈ സ്റ്റാൻഡിലെ ഡെമ്മി ബോക്സ് മാറ്റിയിട്ട് ഇത് ഓർഡറിലങ്ങ് വെക്കും. എല്ലാം കൂടെ ഒന്നിച്ച് വെക്കും. ഓരോന്നോരോന്നോരോന്ന് പെട്ടെന്ന് അങ്ങ് വെക്കും. അപ്പോൾ എല്ലാം അവർ കറക്റ്റായിട്ട് അവരുടെ ആ പെട്ടിയിൽ തന്നെ അവർ വന്ന് കറിക്കുള്ളൂ. ഓക്കെ ഓക്കെ. നല്ലപോലെ ചെറുതേനീച്ചുണ്ട് ഇവിടെ.